കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണമടഞ്ഞ ഹോട്ടൽ ഉടമയുടെ കുടുംബത്തിനുള്ള ധനസഹായ വിതരണവും ശനിയാഴ്ച നടക്കും. ധനസഹായ വിതരണ ഉദ്ഘാടനം അഡ്വക്കേറ്റ് യു പ്രതിഭ എം.എൽ.എയും മെറിറ്റ് അവാർഡ് വിതരണം കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടനും നിർവഹിക്കും. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണമടഞ്ഞ ഹോട്ടൽ ഉടമയുടെ കുടുംബത്തിനുള്ള ധനസഹായ വിതരണവും ശനിയാഴ്ച നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് നഗരസഭാ ടൗൺ ഹാളിൽ ധനസഹായ വിതരണ ഉദ്ഘാടനം അഡ്വക്കേറ്റ് യു പ്രതിഭ എം.എൽ.എയും മെറിറ്റ് അവാർഡ് വിതരണം കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടനും നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ SSLC +2 ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും അതുപോലെ തന്നെ സുരക്ഷാ പദ്ധതി അംഗമായി മരണമടഞ്ഞ ശശിധരൻ പിള്ളയുടെ കുടുംബത്തിനുള്ള 10 ലക്ഷം രൂപ ധനസഹായ വിതരണവും നാളെ 2 മണിക്ക് കായംകുളം ടൗൺ ഹാളിൽ വെച്ച് കായംകുളത്തിൻ്റെ MLA യു പ്രതിഭ അവർ നിർവഹിക്കും. യഥാർത്ഥത്തിൽ ഇന്ന് വ്യാപാര സമൂഹം നേരിടുന്ന ഏറ്റവും വ്യാപാര പ്രതിസന്ധി നേരിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് ഹോട്ടൽ ഉടമകൾ ഇത്തരത്തിൽ ഒരു സുരക്ഷാ പദ്ധതി സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്രാവർത്തികമാക്കി. നമുക്കറിയാം, ഇന്ന് വ്യവസായം അടിക്കടി താഴോട്ടാണ് എല്ലാ വ്യവസായങ്ങളുടെയും ഗ്രാഫ്. ഇന്ന് കുത്തകകൾക്കും അതുപോലെ തന്നെ വലിയ ബ്രാൻഡഡ് കമ്പനികൾ വന്ന് കാണുന്നു. സാധാരണ കച്ചവടക്കാരനെ സംരക്ഷിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ മറ്റിതര ഭാഗത്തു നിന്നോ യാതൊരു നടപടിയില്ലാതിരിക്കുന്ന സമയത്താണ് അസോസിയേഷൻ നേരിട്ട് മുൻകൈയെടുത്തുകൊണ്ട് സുരക്ഷാ പദ്ധതി എന്നൊരു പ്ലാൻ സംസ്ഥാന അടിസ്ഥാനത്തിൽ നടപ്പാക്കിയത്. ഒരു കുടുംബത്തിൽ എൻ്റെ നാഥൻ അല്ലെങ്കിൽ കുടുംബനാഥൻ അല്ലെങ്കിൽ ആ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ കടബാധ്യത ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള മറ്റ് മക്കളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കാനോ യാതൊരു സാഹചര്യമില്ലാത്ത സാഹചര്യത്തിലാണ് സംഘടന ഇത്തരത്തിലൊരു നടപടിയെക്കുറിച്ച് ആലോചിച്ച് ഏതാണ്ട് സംസ്ഥാനത്ത് ഒരു മാസം 10-ലധികം ആളുകൾക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കായംകുളത്ത് ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് സുരക്ഷാ പദ്ധതിയുടെ ഇതിൻ്റെ ധനസഹായ വിതരണം നടത്തുന്നത്. ഇപ്പോൾ ഞങ്ങൾ 10 ലക്ഷം രൂപയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എനിക്ക് പറയാനുള്ളത്, കായംകുളത്ത് ഏതാണ്ട് 350-ലധികം ഭക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നമ്മളോടൊപ്പം ഉണ്ട്. അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ അവരുടെ മറ്റ് ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല മുഖ്യാതിഥിയാകും. KHRA യൂണിറ്റ് പ്രസിഡന്റ് SK നസീർ അധ്യക്ഷത വഹിക്കും. സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് സംസ്ഥാന സെക്രട്ടറി റോയി മഡോണ വിശദീകരണം നടത്തും. ജില്ലാ സെക്രട്ടറി നാസർ പി താജ് മുഖ്യപ്രഭാഷണം നടത്തും. ഹോട്ടൽ ഉടമകളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അവാർഡ് വിതരണം ജില്ലാ പ്രസിഡന്റ് മനാഫസ് കുബാബയും മുതിർന്ന ഹോട്ടൽ ഉടമകളെ ആദരിക്കൽ ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് രതീഷും നിർവഹിക്കും. നമ്മുടെ ഈ സുരക്ഷാ പദ്ധതിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വളരെ ലളിതമായ വ്യവസ്ഥകളോടുകൂടിയുള്ള ഒരു പദ്ധതിയാണ്. ഏതായാലും 3000 രൂപ അടച്ച് നമ്മുടെ ഈ പദ്ധതിയിൽ ചേർന്നാൽ യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെ 55 വയസ്സിന് മുൻപുള്ള ആർക്കും ഈ പദ്ധതിയിൽ ചേരാൻ പറ്റും എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഒരു ശാരീരിക പരിശോധനയോ ഏതെങ്കിലും രീതിയിലുള്ള ടെസ്റ്റുകളോ പോലും നോക്കാതെ 55 വയസ്സിന് മുമ്പുള്ള ആർക്ക് വേണമെങ്കിലും ഈ പദ്ധതിയിൽ ചേരുകയും വളരെ ലളിതമായ തവണ വ്യവസ്ഥകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വെറും 3000 രൂപ അടച്ച് നമുക്ക് ഈ പദ്ധതി ചേരാനും നമ്മുടെ ഈ സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള ആരെങ്കിലും മരണപ്പെട്ടാൽ വെറും 100 രൂപ കോൺട്രിബ്യൂഷൻ മാത്രം അടച്ചുകൊണ്ട് ഈ പദ്ധതിയിൽ ചേരാവുന്നതുമാണ്. മാത്രമല്ല, ഇതിൽ നിന്നും മരണപ്പെട്ടു പോകുന്നവർക്ക് നിലവിൽ നമ്മൾ 10 ലക്ഷം രൂപയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് തുക വർദ്ധിപ്പിക്കുന്നതിനും ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് അസോസിയേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ മറ്റൊരു സംഘടനകൾക്കും ഇല്ലാത്ത രീതിയിൽ പുതിയ പദ്ധതികളുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു മഹത്തായ സംരംഭത്തിൻ്റെ ഗുണഭോക്താവിന് അതിൻ്റെ വിഹിതം ലഭിക്കുന്ന ഒരു വലിയ സംരംഭം കൂടി ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. സുരക്ഷാ പദ്ധതി. ഇത്തരം പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളുടെ നിർലോഭമായ സഹകരണമാണ് ഹോട്ടൽ അസോസിയേഷൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അത് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. കരിയർ മോട്ടിവേഷൻ ക്ലാസിന് CG ട്രെയിനർ സജീർ ജലാൽ നേതൃത്വം നൽകും. വാർത്താസമ്മേളനത്തിൽ SK നസീർ, സത്താർ നൂറുദ്ദീൻ, വിജയകുമാർ ശ്രീകൃഷ്ണ, സൈഫുദ്ദീൻ മാർവൽ, വിവേകാനന്ദൻ പാട്ടത്തിൽ, താഹാക്കുട്ടി മേനാന്തറയിൽ, പ്രവീൺ കുമാർ മഞ്ചിമ തുടങ്ങിയവർ പങ്കെടുത്തു. ED ന്യൂസ് കായംകുളം.